സർക്കാർ ടൗൺഷിപ്പിൽ വിള്ളൽ വീണ വീടുകൾ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അധികൃതർ സന്ദർശിച്ചു. 2 വീടുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അധികൃതർ പറഞ്ഞു. വീട് വാസയോഗ്യമാക്കാൻ ധാരാളം ടെസ്റ്റുകൾ നടത്താറുണ്ട്. അതിനിടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും അത് പിന്നീട് പരിഹരിക്കുകയാണ് ചെയ്യുന്നതെന്നും ഊരാളുങ്കൽ അറിയിച്ചു. അതേസമയം വിള്ളലിൽ ആശങ്കയിലാണ് വീട്ടുടമ നൌഷാദ്. മാർച്ച് 1 ഉദ്ഘാടനം ചെയ്ത ആദ്യഘട്ട വീടുകൾ മഴക്കാലത്തിന് മുൻപ് വാസയോഗ്യമാകുമെന്ന അറിയിപ്പിനെ തുടർന്ന് പ്രതീക്ഷയിലായിരുന്നു ദുരന്തബാധിതർ. ഇതിനിടയിൽ 1-ാം സോണിലെ 2 വീടുകളിൽ വിള്ളലുമുണ്ടായി. ഇതോടൊപ്പം സർക്കാർ ദിനപത്രം മുടങ്ങിയതും ദുരന്തബാധിതരിൽ ആശങ്ക കൂട്ടുന്നു. 2 ആഴ്ച മുൻപ് വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അധികൃതരെ അറിയിച്ചിരുന്നതാണെന്നും ഉദ്ഘാടനത്തിന് മുമ്പുള്ള നിർമ്മാണ വേഗത ഉദ്ഘാടനത്തിന് ശേഷം ഉണ്ടായിരുന്നില്ല എന്ന് വീട്ടുടമ നൌഫൽ. കൈമാറ്റൊന്നും തന്നിട്ടില്ല, താക്കോലൊന്നും തന്നിട്ടില്ല. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ വാതിൽ അവര് പൂട്ടി പോയിക്കാണ്. അപ്പുറത്തെ വീടും അതിന്റെ അപ്പുറത്തെ വീടും വാതിലൊക്കെ തുറന്നിട്ടിട്ട് അവര് പോയിക്കണേ. ഈ വീട് മാത്രം പൂട്ടി പോയിക്കണേ. ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ലല്ലോ. വിള്ളലിൽ ആശങ്കപ്പെടാനില്ലെന്ന് വീട് സന്ദർശിച്ച ശേഷം ഊരാളുങ്കൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അരുൺ ബാബു പ്രതികരിച്ചു. ഇതിനെല്ലാം ഒരു ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടതാണ്. ഈ ടെസ്റ്റുകളെല്ലാം നടത്തുന്നത് എന്തിനാണ്? നമുക്ക് ഭാവിയിലേക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ്. അപ്പോൾ ഇത് ഈ എക്സസീവായ ചൂട് വരുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ക്രാക്കുകളാണ് മെയിൻലി പലയിടത്തും ഈ പറയുന്ന ക്രാക്കുകളായിട്ട് ഭയങ്കരമായിട്ട് പറയുന്നത്. നിലവിലുണ്ടായിട്ടുള്ള വിള്ളൽ ഉടൻ പരിഹരിക്കുമെന്ന് ഊരാളുങ്കൽ അധികൃതർ അറിയിച്ചു. ടൗൺഷിപ്പിലെ 178 വീടുകൾക്ക് വേണ്ട കേന്ദ്രീകൃത സംവിധാനങ്ങളുടെ പണി പൂർത്തിയായി എന്നും ഇനി താമസം തുടങ്ങിയ ശേഷമാണ് തുടർ പ്രവർത്തനങ്ങളെന്നും അധികൃതർ പറഞ്ഞു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.